നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ജൂൺ 4, 5, 6 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ടുന്ന ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയാൻ ശ്രമിക്കുന്നത്. പിന്നെ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9984729163. ദയവേത് ഫോൺ വിളിക്കരുത്, മെസ്സേജ് മാത്രം അയക്കാം. ഓക്കെ, ഇതിൻ്റെ ഈ ദിവസങ്ങളിലെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ ജൂൺ 4 രാവിലെ 7:41 AM മുതൽ ജൂൺ 6 രാത്രി 7:03 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ഈ ദിവസങ്ങളിൽ 5 പ്രധാനപ്പെട്ട ശക്തമായ യോഗങ്ങൾ വരുന്ന ദിവസമാണ്. വളരെ ശുഭകരമായ ദിവസങ്ങളാണ്. പൊതുവെ 12 രാശിക്കാർക്കും നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന ദിവസങ്ങളാണ് ജ്യോതിഷപരമായിട്ട്. ബാക്കിയുള്ള കാര്യമൊന്നും നമുക്ക് പറയാക്കത്തില്ല. ഗജകേസരി യോഗം രൂപീകരിക്കപ്പെടുന്നു. രുചക യോഗം നേരത്തെ ഉണ്ട്. ഭദ്രയോഗം, അതുപോലെ തന്നെ ഹംസയോഗം, പിന്നെ സൂര്യൻ്റെ ഉഭയചര യോഗം. ഈ 5 പ്രധാനപ്പെട്ട യോഗങ്ങൾ ഉള്ള ദിവസങ്ങളാണ് ഈ 3 ദിവസവും, 3 വർക്കിംഗ് ഡേയ്സ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഭാഗ്യ നിറങ്ങൾ നോക്കാം. ഓക്കെ, 4-ാം തീയതി വ്യാഴാഴ്ച മഞ്ഞ, 5-ാം തീയതി വെള്ളിയാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ വെള്ള, 6-ാം തീയതി ശനിയാഴ്ച നീല അല്ലെങ്കിൽ കറുപ്പ്, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനവുണ്ടാകുന്നതാണ്. പിന്നെ ബ്രഹ്മമുഹൂർത്തം 4, 5, 6 തീയതികളിൽ രാവിലെ 4:30 AM മുതൽ 5:18 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം 4, 5, 6 തീയതികളിൽ. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 4, 5, 6 തീയതികളിൽ രാവിലെ 11:55 AM മുതൽ ഉച്ചയ്ക്ക് 12:45 PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം 4, 5, 6 തീയതികളിൽ. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും ക്ഷേത്ര ദർശനത്തിനും മന്ത്രജപങ്ങൾക്കുമൊക്കെ സമയം കണ്ടെത്തുക. ഇനി രാഹുകാലം നോക്കാം. 4-ാം തീയതി ഉച്ചയ്ക്ക് 1:53 PM മുതൽ ഉച്ചയ്ക്ക് ശേഷം 3:27 PM വരെയാണ് 4-ാം തീയതി രാഹുകാലം. 5-ാം തീയതി രാവിലെ 10:47 AM മുതൽ ഉച്ചയ്ക്ക് 12:20 PM വരെയാണ് 5-ാം തീയതി രാഹുകാലം. 6-ാം തീയതി 9:13 AM മുതൽ രാവിലെ 10:47 AM വരെയാണ് 6-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇനി ഭാഗ്യ നമ്പറുകൾ പറയാം. 4-6-2026 2 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 4, 1, 6, 9, 8 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 5-6-2026 3 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 5, 6, 2, 9, 8 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 6-6-2026 4 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 6, 2, 0, 9, 8 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ഫലങ്ങൾ നോക്കാം. ആദ്യം മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം. മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്.
ചൊവ്വയും ശനിയും പ്രതികൂലം തന്നെയായിട്ട് തുടരുന്നു. അപ്പോൾ ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക, ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. പൊതുവെ അപകടങ്ങൾ കരുതിയിരിക്കുക, ഒരു കരുതലുണ്ടാവുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്, ധനവരവുണ്ടാവും, എങ്കിലും അതിനൊരു പരിധികൾ ഉണ്ടായിരിക്കും, പരിമിതികളും ഉണ്ടായിരിക്കും. മേടൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ഇടവൻ രാശി, കാർത്തിക അവസാനം 3 പാദം, രോഹിണി മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. സൂര്യനും ചൊവ്വയും പ്രതികൂലമായി തുടരുന്നു. അപകടങ്ങൾ കരുതിയിരിക്കുക, ദേഹാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാവാം, തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. അതുപോലെ തന്നെ നിയമ പ്രശ്നങ്ങൾ പുതുതായിട്ട് ഉടലെടുക്കാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ കുടുംബ സ്വത്തിലും തർക്കങ്ങൾ പുതുതായിട്ട് ഒരു വഴിത്തിരിവിലേക്ക് വന്നേക്കാം. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്, എങ്കിലും എല്ലാ കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നുണ്ട്. സാങ്കേതിക മികവ് പ്രകടമാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. പൊതുവെ ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി മിഥുനം രാശി, മകയിരം അവസാനം 2 പാദം, തിരുവാതിര പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്, എങ്കിലും ചന്ദ്രൻ ഇവിടെ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അത് അഷ്ടമത്തിലാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളുമൊക്കെ ബെറ്ററായിട്ട് നടക്കും, എങ്കിലും ഒരു പൂർണ്ണത കുറവ് എല്ലാറ്റിലും പ്രകടമാവും. എങ്കിലും ഇവർക്ക് നേട്ടങ്ങളുടെ ദിവസം തന്നെയാണ്. പിന്നെ ശനി പ്രതികൂലമാണ്, സൂര്യനും പ്രതികൂലമാണ്. അപ്പോൾ തൊഴിൽപരമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, എങ്കിലും ചൊവ്വ അനുകൂലമായതിനാൽ ആ ഉടലെടുക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് മറികടക്കാൻ പറ്റും. തിങ്കളാഴ്ചയും ഞായറാഴ്ചയും ശിവക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ധനവരവ് വർദ്ധിച്ചിരിക്കും. ബന്ധങ്ങൾ ഊഷ്മളമാവും. ഉല്ലാസയാത്രകൾക്കും അതുപോലെ തന്നെ ഈ തീർത്ഥയാത്രകൾക്കുമൊക്കെ വഴിയൊരുങ്ങും. പൊതുവെ ഭൗതിക സുഖങ്ങൾ വർദ്ധിച്ചിരിക്കും. അതുപോലെ തന്നെ വീട്, വാഹനം തുടങ്ങിയ ഭൗതിക സുഖങ്ങൾ, ഭൗതിക നേട്ടങ്ങൾ ഇവർക്ക് കൂടുതലായി ലഭിക്കാനുള്ള സാധ്യത. കാരണം അത് പറയുന്നത് ചൊവ്വ, വ്യാഴം, ശുക്രൻ ഇതിൻ്റെ 3ൻ്റെയും ഒരുമിച്ചുള്ള ഒരു അനുകൂലാവസ്ഥയാണ് അത് പറയാൻ കാരണം. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. പൊതുവെ മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി കർക്കിടകം രാശി, പുണർദം അവസാന പാദം, പൂയായില്യം. ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് വ്യാഴം പ്രതികൂലമായിട്ട് തുടരുന്നു. സർപ്പവും പ്രതികൂലം തന്നെ. 12ാം ഭാവത്തിൽ ബുധൻ പ്രതികൂലമാണെങ്കിലും അത് സ്വക്ഷേത്ര ബലവാനായിട്ട് ഭദ്രയോഗത്തോടു കൂടി നിൽക്കുന്നതുകൊണ്ട് അത്ര വലിയ പ്രോബ്ലം ഉണ്ടാവില്ല.
ഇവർ ബുധനാഴ്ച ശ്രീകൃഷ്ണന്, മഹാവിഷ്ണുവിന് വ്യാഴാഴ്ച വഴിപാടുകൾ നടത്തുക. ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും എല്ലാ ദിവസവും ദർശനം നടത്തുക. ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം, പിതൃസ്വത്ത് ലഭിക്കാം. അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, കലാസാഹിത്യ രംഗത്ത് ഉയർച്ച, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച. പൊതുവെ കർക്കിടക രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ചിങ്ങം രാശി, മകം, പൂരം, ഉത്രം, ആദ്യപാദം. ചിങ്ങം രാശിക്ക് ശനിയും വ്യാഴവും ഒരുമിച്ച് പ്രതികൂലമാണ്. ശിവക്ഷേത്രത്തിൽ അതുപോലെ തന്നെ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക. ശനിയാഴ്ച വ്രതം എടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. അതുപോലെ വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് അത്ര മെച്ചപ്പെട്ട ദിവസങ്ങളൊന്നും അല്ല. ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. കാര്യം ശനിയും വ്യാഴവും പ്രതികൂലമാണ്. അതായത് സ്ഥിരമായിട്ട് ഒരേ രാശിയിൽ തുടരുന്ന ഗ്രഹങ്ങൾ 4 പ്രതികൂലമാണ്. ഡിസംബർ 5 ഇതിപ്പോൾ ജൂൺ മാസം ആയുള്ളൂ. ഡിസംബർ 5 സർപ്പം ഇവർക്ക് അനുകൂലമായിട്ട് വരും. ഓക്കെ, അതൊരു 1.5 കൊല്ലം നിലനിൽക്കും. ആ സമയത്ത് ഇവർക്ക് ലോട്ടറിയും മറ്റുമൊക്കെ ലഭിക്കാനുള്ള സാധ്യതയാണ്. അപ്രതീക്ഷിത ധനലാഭം. ഇപ്പോൾ പക്ഷേ നമുക്ക് ഇവിടെ പ്രതികൂലമായിട്ടാണ് 7ാം ഭാവത്തിൽ സർപ്പം നിൽക്കുന്നത്. ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. എങ്കിലും അതിനൊക്കെ ഒരു പരിമിതികളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ബന്ധുക്കളുമായിട്ട് കൂടുതൽ രമ്യതയിലാവും. പൊതുവെ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ ഇവർക്ക് പ്രതികൂലമായ ദിവസങ്ങളാണ്. ഇനി കന്നിരാശി, ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് ശനിയും ചൊവ്വയും പ്രതികൂലമാണ്. അപകടങ്ങൾ കരുതിയിരിക്കുക. ചൊവ്വാഴ്ച മുരുകന്, ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വ്യാഴം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണഫലം ഇവർക്ക് എന്തായാലും കിട്ടാതിരിക്കില്ല. എങ്കിലും ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഞങ്ങൾ പറയുന്നത്. ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്. ബൗദ്ധിക മേഖലയിൽ നേട്ടമുണ്ടാക്കും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ ഇവയൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാം. എങ്കിലും ഇവർ അപകടങ്ങൾ കരുതിയിരിക്കുക. ഇനി തുലാം രാശി, ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് ചൊവ്വയും സൂര്യനും പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ജീവിത പങ്കാളിയായിട്ട്, അതായത് ഓപ്പോസിറ്റ് സെക്സുമായിട്ട് ഇവർക്ക് പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. അതുപോലെ തന്നെ ചൊവ്വാഴ്ച മുരുകന്, ഞായറാഴ്ച ശിവന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷകളിൽ സാധ്യത നിലനിൽക്കുന്നു. എല്ലാ കാര്യത്തിലും ഒരു വിജയസാധ്യത എപ്പോഴും ഉണ്ടാവും. ശനി അനുകൂലമായിട്ട് നിൽക്കുകയാണ്. ധനവരമുണ്ടാവും. പൊതുവെ തുലാം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. വ്യാഴം ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ആണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. എങ്കിലും തൊഴിൽപരമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ, തൊഴിൽ രംഗത്ത് അനുകൂലമായ മാറ്റം പ്രതീക്ഷിക്കാം. ചിലർക്ക് വളരെയധികം
അടിമുടി മാറുന്ന രീതിയിൽ തൊഴിൽപരമായിട്ടുള്ള തൊഴിൽ രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അത് അവരുടെ ജാതകത്തിൽ തന്നെ വ്യാഴത്തിനും ശനിക്കുമൊക്കെ അനുകൂലമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും തൊഴിൽ രംഗത്ത് കാര്യമായ ചേഞ്ചസ് വന്നേക്കാം. തുലാം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇവർക്ക് സൂര്യൻ മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അതൊക്കെ പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യും. ഇവർക്ക് ഉല്ലാസയാത്രകൾക്കും തീർത്ഥയാത്രകൾക്കും വഴിയൊരുങ്ങും. വ്യാഴം ശക്തമായ നിലയിൽ 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ശുക്രനും ചന്ദ്രനും വ്യാഴവും ഒരുമിച്ച് അനുകൂലമായിട്ട് നിൽക്കുന്ന ഈ ദിവസങ്ങളിൽ ഇവർക്ക് ധനവരവുണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന്. അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും. ഭൗതിക സുഖങ്ങൾ, വീട്, വാഹനം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വാഹന ലാഭം ഉണ്ടാവാൻ സാധ്യത. കാര്യം ചന്ദ്രൻ, ശുക്രൻ, വ്യാഴം, ചൊവ്വ ഇത് 4 കൂടി ചേരുമ്പോൾ വാഹനം, അതുപോലെ തന്നെ യന്ത്രങ്ങൾ, അതൊക്കെ പുതിയത് വാങ്ങുക, അതായത് പഴയത് കൊടുത്തിട്ട് പുതിയത് വാങ്ങുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടാം. പിന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. പൊതുവെ വ്യാഴത്തിൻ്റെ ആ പവർ തീർച്ചയായിട്ടും ഇവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. വൃശ്ചികം രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പ്രഡിക്റ്റ് ചെയ്യുന്നത്. ഇനി ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം. ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് ശനിയും വ്യാഴവും ഒരുമിച്ച് ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. എങ്കിലും സർപ്പവും ശിഖയും സൂര്യനും അനുകൂലമായിട്ട് നിൽക്കുന്നു. പാപഗ്രഹങ്ങളാണ്. ഇവർ വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക, ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാവാം. പിതാവിന് ഐശ്വര്യം, അതുപോലെ തന്നെ സന്താന നേട്ടം, ഭാഗ്യപരീക്ഷണത്തിന് സാധ്യതയുണ്ട്. ഇവർക്ക് 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ധനുരാശിക്ക് ഞങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. ഓക്കെ. ഇനി മകരം രാശി. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. ഇവർക്ക് ചന്ദ്രൻ, ശനി, ബുധൻ, വ്യാഴം ഇങ്ങനെ 4 ഗ്രഹങ്ങളെ അനുകൂലമായിട്ടുള്ളൂ. എങ്കിലും ഇവർക്ക് ശനിയുടെയും വ്യാഴത്തിൻ്റെയും ഒരുമിച്ച് ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് വരികയാണ്. അപ്പോൾ മറ്റ് 11 രാശിക്കും അങ്ങനെ ഒരു അവസ്ഥയില്ല. മകരം രാശിക്ക് മാത്രമാണ് ശനിയും വ്യാഴവും ഒരുമിച്ച് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നത്. തീർച്ചയായിട്ടും നേട്ടങ്ങളുടെ കാലങ്ങളാണ്. ഈ ദിവസവും അനുകൂലമായിട്ടുള്ള ദിവസങ്ങൾ തന്നെ. പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ അതിശക്തമായ ഒരു കാലഘട്ടം അടുത്ത് തന്നെ സമീപ ഭാവിയിൽ തന്നെ ഇവർക്ക് കിട്ടാനുള്ള സാധ്യതയാണ് ഞാൻ പറയുന്നത്. കാര്യം ശനിയും വ്യാഴവും ഏകദേശം 1 വർഷം നമുക്ക് ഗ്യാരണ്ടിയാണ്, അനുകൂലമാണ്. അപ്പോൾ അതിനോടൊപ്പം മറ്റ് ഗ്രഹങ്ങളും ഒക്കെ ചൊവ്വയും സൂര്യനും ഒക്കെ അനുകൂലമായിട്ട് അങ്ങോട്ട് വരുമ്പോൾ ഇവർക്ക് അത്യധികം ഗുണാധിക്യമുള്ള ഒരു കാലഘട്ടത്തിലേക്ക് ഇവർക്ക് കാലം മാറുന്നതാണ്. എങ്കിലും ഇപ്പോൾ ഇവിടെ ചൊവ്വ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ചൊവ്വ പ്രതികൂലമായതുകൊണ്ട് ഇവർക്ക്
അപകടങ്ങൾ നമ്മൾ കരുതിയിരിക്കുക. അതുപോലെ തന്നെ ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ഇവർക്ക് എല്ലാ കാര്യത്തിലും ഒരു വിജയസാധ്യത നിലനിൽക്കും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ബൗദ്ധിക മേഖലയിൽ നേട്ടമുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുപോലെ തന്നെ ഇവർക്ക് ആണ് ഈ ഗജകേസരി യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട നേട്ടം വരുന്നത്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, വീട്, വാഹനം, മറ്റ് ഭൗതിക സുഖങ്ങളൊക്കെ ലഭിക്കും. പൊതുവെ മകരം രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. ഇനി കുംഭൻ രാശി, അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യം 3 പാദം. കുംഭൻ രാശിക്ക് ദോഷാധിക്യമാണ് കാണുന്നത്. കാരണം 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അതിനോടൊപ്പം ചന്ദ്രനും പ്രതികൂലം തന്നെയാണ്. അപ്പോൾ ചന്ദ്രൻ, സർപ്പം, ശിഖി, ശനി, വ്യാഴം, ഇവർക്ക് ശനിയും വ്യാഴവും ഉൾപ്പെടെ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ സ്ഥിരമായിട്ട് ഒരേ രാശിയിൽ തുടരുന്ന സർപ്പം, ശിഖി, ശനി, വ്യാഴം എന്നീ 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുകയാണ് ഒരുമിച്ച്. അപ്പോൾ കുറച്ച് കാലത്തേക്ക് അല്പം പ്രതികൂലമായിട്ടുള്ള ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. ഈ ദിവസങ്ങൾ ഉൾപ്പെടെ അതിനെപ്പറ്റി ഞാൻ പ്രത്യേകം ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച ശിവന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് ഇപ്പോൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് 2 ഗ്രഹങ്ങളേ ഉള്ളൂ. അതേസമയം 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. പ്രത്യേകിച്ച് ചന്ദ്രൻ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും വളരെയധികം ശ്രദ്ധയോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. ചൊവ്വയും ശുക്ര അനുകൂലമാണെങ്കിലും നമ്മൾ അപകടങ്ങൾ കരുതിയിരിക്കുക. ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം ഉണ്ടാവാം. എങ്കിലും ഈ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം. ഡിസംബർ 5 വരെ ഇവർക്ക് ഈ പറഞ്ഞ സർപ്പം അഥവാ ശിഖി, സർപ്പവും ശിഖിയും പ്രതികൂലമാണ്. ഡിസംബർ 5-ന് ശേഷവും പ്രതികൂലമായിട്ട് തന്നെ തുടരും. കാരണം 12ാം ഭാവത്തിലാണ് സർപ്പവും ശിഖിയും സർപ്പം വരാൻ പോകുന്നത്. അപ്പോൾ പിന്നെയും നമുക്ക് 1.5 കൊല്ലം, പിന്നെയും ഡിസംബർ 5 തൊട്ട് 1.5 കൊല്ലം വീണ്ടും സർപ്പം പ്രതികൂലമായിട്ട് തന്നെ തുടരും. എന്തായാലും ഏകദേശം 1 വർഷക്കാലം ശനി, വ്യാഴം, സർപ്പം, ശിഖി ഇവ 4 ഒരുമിച്ച് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കാൻ പോവുകയാണ്. അപ്പോൾ കുംഭൻ രാശിക്കാർക്ക് അത്ര നല്ല സമയമല്ലെന്ന് മാത്രമല്ല, അല്പം ദോഷാധിക്യമുള്ള ഒരു നീണ്ട കാലയളവ് വരാൻ പോവുകയാണ്. വളരെയധികം സൂക്ഷിക്കുക കുംഭൻ രാശിക്കാർ. ഇവർക്ക് ധനവരവൊക്കെ ഉണ്ടാവും. എങ്കിലും പൊതുവെ പണമിടപാടുകളും മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ കഴിവതും മാറ്റിവെക്കുക. പ്രത്യേകിച്ച് ഈ ഒരു വർഷം മിനിമം വ്യാഴം എങ്കിലും നമുക്ക് അനുകൂലമായിട്ട് വരണം. അതിന് 2027 ജൂൺ 2 വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. എങ്കിലും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഇതല്ല, ഇതിനപ്പുറത്തുള്ള ദോഷാധിക്യം വന്നാലും നമുക്ക് ലോട്ടറി വരെ നേടാൻ പറ്റും. അതിനൊക്കെ നിരവധി മാർഗങ്ങൾ, ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കേണ്ടി വരുമെന്നേ ഉള്ളൂ. എങ്കിലും ഞാനിപ്പോൾ കഴിവതും കുംഭൻ രാശിക്ക് കുറിച്ച് നല്ലൊരു
വീഡിയോയ്ക്ക് ഉള്ളൊരു സബ്ജക്റ്റാണിത്. കാരണം ഏകദേശം ഒരു വർഷം ഡയറക്റ്റായിട്ട് 4 ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് വരികയാണ്. അപ്പോൾ കുംഭൻ രാശിക്കാർക്ക് ദോഷാധിക്യമാണ് ഈ ദിവസങ്ങളിൽ. ഇനി മീനം രാശി. പൂരിട്ടാതി അവസാന പാദം, ഉത്തിട്ടാതി രേവതി. മീനം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഓക്കെ, ഇവർക്ക് ഏകദേശം 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലം, പിന്നെ 2 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രം, ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ശനിയെ നമ്മൾ വളരെയധികം സൂക്ഷിക്കുക. കാര്യം ജന്മശനിയാണ്, 7 ശനിയുടെ ഭാഗമായ ജന്മശനിയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ നിർബന്ധമായിട്ടും നമ്മൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. പക്ഷേ ശനി മാത്രമേ ഉള്ളൂ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. സർപ്പം നമുക്ക് അനുകൂലമായിട്ടൊക്കെ വരുത്തി തീർക്കാം. കാര്യം ശിഖി അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ ദൃഷ്ടി കിട്ടുന്നതുകൊണ്ട് സർപ്പത്തിന് അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. അതുമാത്രമല്ല, കുംഭൻ രാശിയിൽ ആണ് നിൽക്കുന്നത് സർപ്പം. അപ്പോൾ അത്ര വലിയ കുഴപ്പം കാര്യം ഈ ശനിയുടെ സ്വക്ഷേത്രമാണ്. അപ്പോൾ സ്വക്ഷേത്രപരമായ ശനിയുടെ സ്വഭാവവും ഈ സർപ്പത്തിനുണ്ടാവും. അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടി മൊത്തത്തിൽ സർപ്പത്തിൻ്റെ ദോഷം കാര്യമായിട്ട് ഇവരെ ബാധിക്കില്ല. പക്ഷേ ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാം 6 നല്ല കിടിലമായിട്ട് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് വ്യാഴം, ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകം വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റി. വ്യാഴം ഇവർക്ക് അനുകൂലമായിട്ട് വരുന്നു. 5ാം ഭാവത്തിൽ ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുപോലെ തന്നെ പുതിയ സുഹൃത്തുക്കളെ കിട്ടും. അതുപോലെ തന്നെ പ്രണയ ജീവിതം സഫലമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ, പിന്നെ തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിതൃഗുണം, സന്താന നേട്ടം, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച, അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തുമൊക്കെ നേട്ടങ്ങളുണ്ടാവും. പൊതുവെ മീനം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. മീനം രാശിക്കാർ ടോപ്പ് ഗിയർ കയറി കഴിഞ്ഞു. എനിവേ, എല്ലാവർക്കും നമസ്കാരം. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.